ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നുമല്ല കേട്ടോ. ഞാൻ സാധാരണ കൃഷിയാണല്ലോ എടുക്കല്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. ഇന്ന് ഞാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കല്ലുമ്മക്കായ് പൊരിച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളി ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ A to Z വരെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി നമുക്ക് വീഡിയോയിലോട്ട് പോവാലോ. കല്ലുമ്മക്കായ്ക്ക് കൂട്ട് ശരിയാക്കാൻ, അരി നിറക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് ഷാപ്പിലരിയില്ലേ, പുഴുങ്ങലരി ചോറ് വെക്കുന്ന ആ അരി ഉതിർത്തി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് അരിയരുത്, കുറേ പുട്ടും പൊടി പാകത്തിന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ടാക്കി കല്ലുമ്മക്കായ്ക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിൻ്റെ ആ കൂട്ട് നമുക്ക് തിന്നുമ്പോഴേ ആ അരിയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അരിപ്പൊടി പൊടിച്ച്, പച്ചരി പൊടിച്ച് വറുത്ത് പൊടിച്ച് അതുകൊണ്ടും ഉണ്ടാക്കാം. ഒന്നും കൂടി നല്ലത് നമുക്ക് ഇങ്ങനെയാണ് ഷാപ്പിലരി. ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. ഇന്ന് ഞാൻ കഴുകി ഇത് ഞാൻ പുട്ടും പാകത്തിന് പൊടിച്ചെടുക്കുക. ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം. മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. പൊടിക്കുക എന്ന് പറഞ്ഞാൽ നൈസായിട്ടൊന്നും പൊടിക്കൂല കേട്ടോ, പുട്ടും പൊടി പാകത്തിന്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നാൽ മാത്രമേ ആ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ, നമുക്ക് കല്ലുമ്മക്കായ് പൊരിച്ചതിൻ്റെ ടേസ്റ്റും കിട്ടുള്ളൂ. പുട്ടും പൊടി പാകത്തിന് ഇതാ നന്നായിട്ട് പുഴുങ്ങലരി ഞാൻ പൊടിച്ചു, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ അങ്ങ് മുറുക്ക ഇങ്ങനെ പിടിച്ചിട്ട് വേണം കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിറക്കാൻ. അപ്പോൾ ഇതിങ്ങനെ പിടുത്ത പൊടിഞ്ഞു പോകും. അതിന് ഞാൻ കുറച്ചരി, ഇതിൻ്റെ തന്നെ കുറച്ചരി നന്നായിട്ട് അങ്ങ് അരച്ച് ലൂസാക്കി ഒഴിക്കും. അങ്ങനെ ലൂസാക്കി ഒഴിച്ച് ഇതാണ് കുഴച്ചാൽ നല്ല പുട്ടിൻ്റെ ആ മുരുമുരു അതും കിട്ടി, നല്ലോണം പിടുത്തും കിട്ടി. അത് ഞാൻ അതൊന്ന് അരക്കട്ടെ കേട്ടോ. കുറച്ച് ലൂസാക്കി നൈസാക്കി അങ്ങ് അരച്ച്, അങ്ങനെ അങ്ങ് അരച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ചോളൂ. ഇതിങ്ങനെ കുഴച്ചാൽ ഇത് ഒട്ടിപ്പിടിച്ചോളൂ. നമുക്കിങ്ങനെ ഒരു പിടുത്തത്തിന് നിൽക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളാണ്. പിന്നെ അരിപ്പൊടി, നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അതുകൊണ്ടാണെങ്കിൽ ഈ പണിയൊന്നും വേണ്ട കേട്ടോ. പക്ഷെ ടേസ്റ്റ് കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളും ചെയ്തു നോക്കേണ്ടി. അരച്ചത് മിക്സാക്കിയപ്പോൾ നമ്മളൊരു പിടുത്തങ്ങൾ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ അങ്ങനെയാണല്ലോ ഇപ്പം കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിറക്കുക. അതാ എന്നല്ലോ ഇതിന് വേണ്ടിയിട്ടുള്ളതാ. ഇത് മാത്രം പോരാ, ഇത് മാത്രം ഉണ്ടായാലൊന്നും ടേസ്റ്റ് ആവൂല. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇടണം ഇതിൽ നിന്നറിയാം. കൂട്ടുകൾ തേങ്ങ ഇടണം, ചെറിയുള്ളി ഇടണം, ജീരകം ഇടണം, വലിയ ജീരകം, കറിവേപ്പില ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം. അതിൻ്റെ ഒക്കെ പുറമെ നിങ്ങൾക്ക് ആർക്കും അറിയുന്നവരുണ്ടോ എന്നുള്ള എനിക്കറിയില്ലേ, ഒരു കൂട്ട് ഇതിൽ ചേർക്കാനുണ്ട്. അതും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ പൊള്ളി നമ്മളെ കല്ലുമ്മക്കായ്. കടയിൽ നിങ്ങൾ പെട്ടിക്കടയൊക്കെ ഭയങ്കര സ്മെല്ലിൽ നിങ്ങൾ മണക്കിലില്ലേ, അതേ ടേസ്റ്റിൽ വരുന്നത്. അതെന്താ അറിയോ, അത് ഞാൻ ഇത് ഇടുമ്പോൾ മിക്സിയിൽ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ആ കൂട്ട് എന്താണെന്നുള്ളത് ഇനി പോയിട്ട് തേങ്ങ പൊളിച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. കടലിൽ പോയി വെള്ളം കൊണ്ടുവരാന്ന് പറയും പോലെ എല്ലാം ഒരുക്കണോ നീ. തേങ്ങ പൊളിച്ചു, ഇത് തേങ്ങ വെള്ളമുണ്ട്. അപകടം നോക്കി, ഇവിടുത്തെ തേങ്ങ മൊത്തം ഇങ്ങനെയാ, ഇതാ മുളച്ചു പോവുക. ഈ തേങ്ങ വെള്ളം ഞാൻ എടുത്ത് വെക്കുക എന്തിനാണെന്നറിയാം, നാളെ വെള്ളപ്പത്തിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റും പൊങ്ങി വരും വെള്ളപ്പം. എന്താ അതിനെടുക്കുകയാണ് ഇങ്ങനെ ചേരണ്ടിട്ടെ. ഇങ്ങനെയുള്ളത് നിങ്ങൾ തിന്നലുണ്ട്, അത് എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. നോമ്പായത് കൊണ്ട് അതൊന്നും പറ്റൂരപ്പോൾ, രാത്രിയേ പറ്റൂ. തേങ്ങ ചേരണ്ടട്ടെ. തേങ്ങ പൂണ്ടാലും മതി, ഇതിൻ്റെ അങ്ങോട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. പക്ഷെ ഇതാണ് അതിൻ്റേതായ രീതികൾ. എന്താ ഈ അരിപ്പൊടിയിലേക്ക് ഇടാൻ പോകുന്ന കൂട്ട് തേങ്ങ, ചെറിയുള്ളി, കറിവേപ്പില, ജീരകം, ഇനി മഞ്ഞളും ഇടും. അതിനൊപ്പം തന്നെ ഇതൊക്കെ മിക്സിയിൽ ഇടട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓരോ പുതിയത് പഠിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിങ് വരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തിടുന്നറിയോ, കല്ലുമ്മക്കായ് നന്നാക്കി വൃത്തിയാക്കിയതിൻ്റെ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലെ ഇറച്ചി ഇതിൻ്റെ കൂടെ മിക്സിയിലങ്ങിടും. അങ്ങനെ മിക്സിയിലിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ പൊടിക്ക് പിന്നെ കുഴച്ച് റെഡിയാകുമ്പോൾ ഉണ്ടാവുമല്ലോ, ആ പൊടിക്കൊരു ചുവ വരാനുണ്ട്. ചുവ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. നമ്മൾ നാടൻ ഭാഷയൊന്നും ചിലർക്ക് തിരിയൂര. ഞാൻ 2 എണ്ണം ഇടുന്നുണ്ട് കേട്ടോ, നല്ലത് വന്നോട്ടെ. എന്നിട്ട് ഈ പൊടിയിലിട്ടത് കുഴക്കുന്നത് അതൊക്കെ നമ്മൾ ആദ്യം ചെയ്തിരുന്നോ? ഞാൻ ചെയ്തില്ലായിരുന്നു. ഞാൻ പിന്നെ ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് കേട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം, എൻ്റെ ലെവലങ്ങ് മാറുക കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം.
ആ നല്ല കളറൊന്ന് ഒരു മൊഞ്ചിനും പോരാത്ത നല്ലൊരു പൊടിക്ക് നല്ലൊരു കളറുമായിരിക്കും. ഇതും കൂടി കൂട്ടി കുഴച്ചാൽ എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കട്ടെ കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ ഒഴിച്ചാൽ ഇത് പേസ്റ്റായി കിട്ടുള്ളൂ. എല്ലാം പൊടിച്ചെടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ എല്ലാം കൂടി ഒന്ന് ഉഷാറായിക്കോളൂ. ഇതിലേക്ക് അങ്ങ് ഇടുക. നിങ്ങളൊക്കെ എങ്ങനെ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ ഉണ്ടാക്കി തിന്ന് നല്ലൊരു ടേസ്റ്റ് ആയതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. നോമ്പാണല്ലോ, നോമ്പിനാണല്ലോ ഇപ്പം ഇതിൻ്റെയൊക്കെ ചിലവ് വരുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് എവിടെ ഇട്ടില്ല, ഇനിയാണ് ഉപ്പിടാൻ പോകുന്നത് ഈ പൊടിയിൽ. ഉപ്പൊക്കെ പിന്നെ ആവശ്യത്തിനാണല്ലോ, പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അധികം ഉള്ളവരുണ്ട്, കുറവുള്ളവരുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കട്ടെ. നല്ല അടിപൊളി ഒരു ഉരുളയാക്കി ഇങ്ങോട്ട് മാറ്റി കണ്ടോ, ഒറ്റതാ. ഇനിയാണ് നമ്മൾ കല്ലുമ്മക്കായിൽ നറുക്കാൻ പോകുന്നത്. കണ്ടില്ലേ, കല്ലുമ്മക്കായ് പൊരിച്ച ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ താരം കല്ലുമ്മക്കായ. അതാ കല്ലുമ്മക്കായ് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് പൊളന്ന് കിട്ടണമെന്നുണ്ടാൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഞങ്ങൾ പൊളന്ന് കിട്ടും. അല്ലാണ്ട് കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി പൊളിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇത് ഫ്രിഡ്ജ് വെച്ചത് കൊണ്ടാണ് ഇതെല്ലാം പൊളന്ന് നിൽക്കുന്നത്. ഇനി അത് നല്ലോണം കഴുകി അതിൻ്റെ നൂലൊക്കെ എടുത്ത് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കല്ലുമ്മക്കായ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഞാനിങ്ങനെ കമഴ്ത്തി വെച്ചതാ പ്ലേറ്റിൻ്റെ ചുറ്റും. ഇതാ കണ്ടോ, വൃത്തിയാക്കി നല്ല ഇറച്ചിയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലുമ്മക്കായ്ക്കില്ലേ 1 കിലോന് 200 രൂപയാട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ കല്ലുമ്മക്കായ്ക്ക് വില? ഞങ്ങൾ ഒരിക്കൽ നാട്ടിൽ കടുക്ക ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ ഉണ്ട്. ഇതിന് കടുക്കാന്നും പറയല്ലോ, ഞങ്ങളിവിടെ കല്ലുമ്മക്കായ് എന്ന് പറയുക. അപ്പോൾ കടുക്ക ബസാറിൽ കടലിന് അവിടുന്ന് ഇങ്ങനെ പെറുക്കി പറിച്ചെടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട്. അങ്ങനെ പറിച്ചെടുത്തിട്ട് നമ്മൾ ആ കടപ്പുറത്ത് ആ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാക്കി തരുന്നൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലും എൻ്റെ വീഡിയോ കടുക്ക ബസാർ ഭാഗത്തുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കലെന്നും എത്രയാണ് വിലയാന്നൊക്കെ. എവിടെ 200 ഇതിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾ വാങ്ങിയതാ. ഇനി ഞാൻ ഇതിലേക്ക് നറുക്കാൻ പോവുക, ഫില്ല് ചെയ്യാൻ പോവുക. കല്ലുമ്മക്കായിൽ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്പച്ചമ്പ് അടുപ്പത്ത് വെക്കണം. എന്നാലേ ഇത് തിളക്കുമ്പത്തിലേക്ക് നിറച്ച് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ. ഇതാ അപ്പച്ചമ്പ് തിളച്ചോട്ടെ. ഇപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു പിടി ഇതാ അത്ര ഒരു ഉരുള എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. നല്ല മിടുക്കികളൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. ഓൽക്ക് ഇതൊക്കെ എന്തായിരിക്കും ഞാൻ ഉണ്ടാക്കുന്ന രീതി. ഇതാ കല്ലുമ്മക്കായ് കഴുകി വെച്ചത് എടുത്ത് ഇതാ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇതിങ്ങനെ എടുക്കുമ്പോൾ കല്ലുമ്മക്കായ് പോലെ തന്നെ ഉണ്ടാവും. ഇതങ്ങ് എടുക്കൂ. ഇതാ ഫില്ല് ചെയ്യുന്ന ഇങ്ങനെ കൊണ്ടുപോയി ഇടുക. കാരണം അത് ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കെല്ലാം റെഡിയായി കിട്ടണമല്ലോ. ഇത് വേവുന്തോറും മഞ്ഞ കളറ് വരും. ഞങ്ങൾ മഞ്ഞളിട്ട് കൊണ്ട് കണ്ടില്ലേ, അടിപൊളി നല്ല സ്മെല്ല, അടിപൊളി സ്മെൽ. നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങനത്തെ കൂട്ടുകളാണല്ലോ ഒരുക്കിയത്. കറിവേപ്പില വരെ ഉണ്ട്. കല്ലുമ്മക്കായ് ഒന്ന് നിങ്ങൾ എടുക്കണം കേട്ടോ, അരക്കുന്നതിൽ കൂടി. ഇതിപ്പം വെന്ത് റെഡിയാവാൻ അരമണിക്കൂറെങ്കിലും എടുക്കും. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. ഇത് വെന്ത് കുറച്ച് തണുപ്പ് ആവണം, നല്ല പൊളിച്ചാൽ കിട്ടുള്ളൂ. ആ പൊളിച്ച് കഴിഞ്ഞിട്ട് ആ അരി എടുത്തിട്ട് നമുക്ക് മസാലയിൽ ചേർത്ത് ഇങ്ങനെ പെരക്കി കഴിഞ്ഞിട്ടാണ് പൊരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മസാല കൂട്ട് റെഡിയാക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. മസാല ഉണ്ടാക്കുന്നത് ഇതാ, മസാല കൂട്ട് റെഡിയാക്കുക കേട്ടോ. അതിന് വേണ്ട ഐറ്റംസ് സാധനങ്ങൾ എന്താ, വെളുത്തുള്ളി തോല് പൊളിച്ച് വൃത്തിയാക്കിയ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ് മിക്സിയിലിടുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് മതി, മറ്റേന് ഉപ്പിട്ടത് അപ്പം ശ്രദ്ധിക്കണം. ഉപ്പ്. പിന്നെ ഈ പൊടി എന്താണെന്നറിയോ, കാശ്മീരി മുളക് പൊടി. ഇതിന്
കാണാനുള്ള മൊഞ്ചേ ഉള്ളൂ. കാരണം അത്ര അങ്ങോട്ടേക്ക് എരിവ് കുറയൂ, അത്ര അങ്ങോട്ടില്ല. കണ്ടോ ഇതിൻ്റെ മൊഞ്ച്. ഇതും കൂടി ചേർക്കുമ്പോഴാണ് കല്ലുമ്മക്കായ് ഒറിജിനൽ ആവുന്നത്. ഇത് 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. ഇതിന് എരിവ് കുറവാണ്. ഇത് പേസ്റ്റ് പോലൊക്കെ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടും പേസ്റ്റ് കുറച്ചും കൂടി ലൂസാക്കണമെന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കും. അത് അരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതൊന്ന് നന്നായിട്ട് നൈസായിട്ടൊന്ന് അരക്കട്ടെ. നന്നായിട്ട് മിക്സിയിലിട്ട് കറക്കി നൈസാക്കി. നമുക്ക് മിക്സിയിലിട്ട് കറക്കിയിട്ട് കുറച്ച് ഫിറ്റാണെങ്കിൽ വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കാം. ഈ ലൂസേ പാടുള്ളൂ. എന്നിട്ട് ഇതിൽ മുക്കി പൊരിക്കുക വേണ്ടത്. കണ്ടില്ലേ? അങ്ങനെ അരമണിക്കൂറെല്ലാം കഴിഞ്ഞ് തുറന്ന് നോക്കട്ടെ എന്തായി എന്നുള്ളത്. ഇവിടെ ഒന്ന് കുത്തി നോക്കട്ടെ. ഓ, വെന്തിക്ക് അടിപൊളിയാ. ഞാൻ ഓഫാക്കാൻ പോവാ കേട്ടോ. ഇതിനൊന്ന് മാറ്റണം, കാരണം തണുക്കണമല്ലോ. ഇതൊന്ന് മാറ്റണം. ചൂടാ സംഭവം, നല്ല ചൂടാ. എല്ലാം ഞാൻ പരത്തി വെച്ചു തണുക്കാൻ. കുറച്ച് കഴിയട്ടെ, എന്നാലേ ഇത് പൊളിച്ചാൽ കിട്ടുള്ളൂ. അങ്ങനെ തണുത്ത് പൊളിക്കുക. പൊളിക്കുമ്പോൾ ഇങ്ങനെ മെല്ലെ പൊളിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇറച്ചി ആ തോടിൻ്റെ മേൽ ഒട്ടിപ്പോവും. എല്ലാം പൊളിച്ചെടുത്തു. കണ്ടില്ലേ? ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. അരവ് റെഡിയാക്കി, മസാല റെഡിയാക്കി. ഇനി പൊരിക്കാൻ പോവുക കേട്ടോ. അതിലിട്ട് മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് മുക്കിയെടുക്കൂ. എന്താ മണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കയ്യിൽ പൊറുക്കുക. കുറച്ചധികം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അടിഭാഗമൊക്കെ ഒന്ന് ഞെരിഞ്ഞ് വരുമ്പോൾ ഞങ്ങളൊന്ന് മറിച്ചിട്ടു. അങ്ങനെ അടിപൊളി ടേസ്റ്റി കല്ലുമ്മക്കായ് ഉണ്ടാക്കി വെച്ച് കണ്ടോ, പൊരിച്ച് റെഡിയാക്കിയത്. എന്താ ടേസ്റ്റ്, ഞാൻ കഴിച്ചു നോക്കി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എൻ്റെ കല്ലുമ്മക്കായ് വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.